വചനോപാസനയായി വരമഴ പൊഴിയുകയായി വാനവും ഭൂമിയും സംഗീതമാധുരിയിൽ വീണ്ടും ഇണങ്ങുകയായി. വചനോപാസന. സങ്കീർത്തനങ്ങൾ അധ്യായം 101. രാജാവിൻ്റെ പ്രതിജ്ഞ. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും. കർത്താവെ, ഞാൻ അങ്ങേക്ക് കീർത്തനമാലപിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് അങ്ങ് എൻ്റെ അടുക്കൽ വരിക? ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. നീചമായ ഒന്നിലും ഞാൻ കണ്ണുവയ്ക്കുകയില്ല. വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു. അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല. ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല. ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും. അവർ എന്നോടൊത്ത് വസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എന്നും എൻ്റെ സേവകനായിരിക്കും. വചനോപാസന. അങ്ങയുടെ നീതിയും കൃപയും ഞാൻ കീർത്തിക്കും. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. അങ്ങയുടെ നീതിയും കൃപയും ഞാൻ കീർത്തിക്കും. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. അങ്ങയുടെ നീതിയും കൃപയും ഞാൻ കീർത്തിക്കും. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. വചനോപാസന. ഇന്ന് നമ്മൾ 101 സങ്കീർത്തനത്തെ പറ്റിയാണ് ധ്യാനിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 101 സങ്കീർത്തനം. 8 വചനങ്ങളുള്ള ഒരു സങ്കീർത്തന ഭാഗമാണിത്. സങ്കീർത്തനങ്ങൾ നമുക്കറിയാം, ദാവീദ് രാജാവ് എഴുതിയതാണ്. ഈ സങ്കീർത്തനവും ദാവീദിൻ്റെ വലിയൊരു കീർത്തനമായിട്ടാണ് അറിയപ്പെടുന്നത്. അതിലാദ്യത്തെ വചനം ഇങ്ങനെയാണ്: ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും. ആരുടെ കരുണയാണ്, ആരുടെ നീതിയാണ് ഒന്നും അവിടെ പ്രത്യേകമായിട്ട് പറയുന്നില്ല. പക്ഷെ അടുത്ത വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവെ, ഞാൻ അങ്ങേക്ക് കീർത്തനം ആലപിക്കും. വളരെ വ്യക്തമാണ് ആരുടെ കരുണയാണ്, ആരുടെ നീതിയാണ് സങ്കീർത്തകന്റെ മനസ്സിലുള്ളത് എന്ന് വളരെ കൃത്യമായി തന്നെ സങ്കീർത്തകൻ പറയുന്നു. കർത്താവെ, അങ്ങയുടെ നാമം ഞാൻ കീർത്തിക്കും. ദാവീദ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ കരുണ വാഴ്ത്താനല്ലാതെ മറ്റൊന്നും സാധിക്കുകയില്ല. അത്രമാത്രം കരുണ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള ആളാണ് ദാവീദ് രാജാവ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നീതിയും തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, കരുണയെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ, നീതിയെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ
കർത്താവേ, അങ്ങയുടെ നാമം ഞാൻ മഹത്വപ്പെടുത്തും. അതിനുശേഷം ദാവീദ് സങ്കീർത്തകൻ ഇങ്ങനെ പാടും: നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. എപ്പോഴാണ് അങ്ങൻ്റെ അടുക്കൽ വരിക? ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥതയോടെ വ്യാപരിക്കും. അങ്ങയുടെ കരുണ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് നിഷ്കളങ്കമായ മാർഗത്തിൽ മാത്രമേ ഞാൻ നടക്കൂ എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്ന നിമിഷങ്ങളുണ്ടല്ലോ. ആ നിമിഷങ്ങളിൽ നമ്മളും പറയും, കർത്താവേ, നിന്റെ കരുണ ഞാൻ അനുഭവിച്ചതുകൊണ്ട് ഇനി നിഷ്കളങ്ക മാർഗത്തിലേ ഞാൻ സഞ്ചരിക്കൂ. സങ്കീർത്തകൻ പറയും, അങ്ങ് എപ്പോഴാണ് എൻ്റെ ഭവനത്തിലേക്ക് വരുന്നത്? ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കും. അങ്ങ് എപ്പോൾ വന്നാലും, എൻ്റെ ഭവനത്തിലേക്ക് എപ്പോൾ കടന്നു വന്നാലും ഞാൻ പരമാർത്ഥതയോടെ ജീവിക്കും. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച വ്യക്തിക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച വ്യക്തികൾ എല്ലാവരും അങ്ങനെ പറയുകയും ചെയ്യും. ദൈവം ഏത് സമയത്ത് കടന്നു വന്നാലും നമ്മൾ പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കുമെന്ന് പറയാൻ തക്ക വിധം, സങ്കീർത്തകനോട് ഒപ്പം പറയാൻ തക്ക വിധം നമുക്കും ആകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അടുത്ത വചനം ഇങ്ങനെ സങ്കീർത്തകൻ പറയും: നീചമായ ഒന്നിലും ഞാൻ കണ്ണുവയ്ക്കുകയില്ല. നമ്മൾ കാണുന്നതൊക്കെ നീചമായ കാര്യങ്ങൾ, വളരെ മോശമായ കാര്യങ്ങളാണ്. നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ കാണുന്നതൊക്കെ ഈ ലോകത്തിൽ. പക്ഷേ സങ്കീർത്തകൻ പറയുന്നു, ഞാൻ നീചമായ കാര്യങ്ങളിൽ കണ്ണുവയ്ക്കുകയില്ല. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അത്രമാത്രം ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങളൊന്നും ഞാൻ കാണുകയില്ല. ഞാൻ കണ്ണു തുറന്നാണ് ഇരിക്കുന്നത്. ഞാൻ കാണുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളുമാണ്. പക്ഷേ അതിലൊന്നും ഞാൻ കണ്ണുവയ്ക്കാതെ ഞാൻ നന്മ മാത്രം കാണാൻ പരിശ്രമിക്കും എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. വീണ്ടും പറയും, വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു. അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല. അതൊരു വലിയ തീരുമാനമാണ്. ഒരുപാട് തിന്മ ഈ ലോകത്തിലുണ്ടാകുമ്പോഴും അതിലൊന്നും ഉൾപ്പെടാതെ ജീവിക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഉറച്ചു പറയാനായിട്ട് പറ്റുക. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പറയാനാകുമോ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. വീണ്ടും സങ്കീർത്തകൻ തുടരുകയാണ്: ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല, ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. എന്തുറച്ച തീരുമാനമാണ്! ഹൃദയത്തിൻ്റെ വക്രത എന്ന് പറഞ്ഞാൽ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒരു കാര്യം ചിന്തിക്കുകയും മറ്റൊരു കാര്യം പറയുകയും, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതിന് വിരുദ്ധമായി മറ്റൊന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുക ഹൃദയ വക്രതയാണ്. സങ്കീർത്തകൻ പറയുന്നു, ഹൃദയവക്രത എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. തിന്മ അറിയാതെ ഞാൻ ജീവിക്കും. തിന്മ ചെയ്യുകയില്ലെന്നല്ല, തിന്മ അറിയുകയില്ല എന്ന് പറയുന്ന സങ്കീർത്തകൻ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പറയാനാകുമോ? ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ പറയാനാകുമോ? ഞാനൊരു തിന്മയും അറിയാതെ ജീവിക്കുമെന്ന്, ഹൃദയവക്രത ഇല്ലാതെ ജീവിക്കുമെന്ന്. അങ്ങനെ സങ്കീർത്തകൻ തൻ്റെ ജീവിതം അത് സംശുദ്ധമായൊരു ജീവിതം ആയിരിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഉറപ്പ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അത്രമാത്രം ദൈവത്തിൻ്റെ കരുണ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അത്രമാത്രം ദൈവത്തിൻ്റെ നീതി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതിനുശേഷം സങ്കീർത്തകൻ ഇങ്ങനെ പറയും: അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ആദ്യത്തെ ഭാഗത്ത് സങ്കീർത്തകൻ തൻ്റെ ജീവിതം സംശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് സങ്കീർത്തകൻ പറയുന്നത്, ഇനി മറ്റുള്ളവരിലും തിന്മയുണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. പാടുന്നത് സങ്കീർത്തകൻ ദാവീദ് രാജാവാണ്. രാജാവായിരുന്ന അദ്ദേഹത്തിന് തൻ്റെ രാജ്യത്ത് തൻ്റെ പ്രജകൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതം ഞാൻ പരിശുദ്ധമായി സൂക്ഷിക്കുന്നത് പോലെ എൻ്റെ ജനത്തിൻ്റെ ജീവിതവും അങ്ങനെ തന്നെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. നമ്മൾ ഒരുപാട് പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്.
മറ്റുള്ളവർക്കെതിരെ ഏഷണി പറഞ്ഞ് നടക്കുന്ന ആളുകളെ, ഇല്ലാവചനം പറഞ്ഞ് നടക്കുന്ന ആളുകളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. സങ്കീർത്തകൻ പറയുകയാണ്, അവരെ ഞാൻ നശിപ്പിക്കും. ദാവീദ് രാജാവ് എങ്ങനെയാണ് അവരെ നശിപ്പിച്ചതെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമായിരിക്കാം അങ്ങനെയുള്ളവരൊന്നും എൻ്റെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വലിയൊരു ആഗ്രഹമായിരിക്കാം. വീണ്ടും അദ്ദേഹം പറയും, അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല, എൻ്റെ രാജ്യത്ത് ഞാൻ തുടരാൻ അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും. എൻ്റെ ദേശത്ത് നല്ല മനുഷ്യരുണ്ട്, വിശ്വസ്തരായ മനുഷ്യരുണ്ട്, അവരെ ഞാൻ സ്നേഹത്തോടെ പ്രീതിയോടെ വീക്ഷിക്കും. വീണ്ടും അദ്ദേഹം പറയും, വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല, നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാൻ ആകില്ല. വഞ്ചന ചെയ്യുന്നവനെ, നുണ പറയുന്നവനെ ഒരിക്കലും തൻ്റെ രാജ്യത്ത് തുടരാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ദാവീദ് രാജാവിനെ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര വളരെ വിശിഷ്ടമായ ഒരു തീരുമാനമാണ് ദാവീദ് രാജാവ് എടുക്കുന്നത് എന്ന് നോക്കുക. അതിന് ഉപോത്ബലഹമായിട്ട് അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം, തൻ്റെ ജീവിതം അത്രമാത്രം നിഷ്കളങ്കമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. തൻ്റെ ജീവിതം അത്രമാത്രം സംശുദ്ധമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ തിന്മയ്ക്കെതിരെ പോരാടും. എൻ്റെ ജീവിതത്തിൽ അതിന് ഇനി സാധിക്കും. കാരണം ഞാൻ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക്, നീതിയുടെ മാർഗത്തിലേക്ക്, നന്മയുടെ മാർഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എൻ്റെ ജീവിതം മുഴുവൻ ഇനി തിന്മയ്ക്ക് എതിരെയുള്ള ഒരു പോരാട്ടമായിരിക്കും. വീണ്ടും അദ്ദേഹം അവസാനം പറയുകയാണ്, 8-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും. കർത്താവിൻ്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നിർമാർജനം ചെയ്യും. അദ്ദേഹം അങ്ങനെ നിഗ്രഹിക്കാനായിട്ട് പോയിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണ്, ശപഥമാണ്. തൻ്റെ രാജ്യത്തിൽ അങ്ങനെയുള്ളവർ വേണ്ട. തെറ്റായ മാർഗത്തിൽ നടക്കുന്നവര്, ദുഷ്കർമ്മികളായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനം കേൾക്കാതെ അധർമ്മത്തിൽ ചരിക്കുന്ന ആൾക്കാർ, അവരൊന്നും വേണ്ട എന്ന തീരുമാനം. നമുക്ക് ദാവീദ് രാജാവിൻ്റെ ഈ 2 മനോഭാവങ്ങളും നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. ഒന്ന്, തൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യാതെ, തിന്മയുടെ മാർഗത്തിൽ ജീവിക്കാതെ താൻ മുന്നോട്ട് പോകും എന്നുള്ള തീരുമാനം. അതിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവരും നന്മയിൽ ആയിരിക്കണമെന്നുള്ള ആ ഒരു വലിയ ആഗ്രഹം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സങ്കീർത്തനം നമ്മുടെ ധ്യാനത്തിനായിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ദാവീദ് രാജാവിനെ പോലെ എൻ്റെ ജീവിതം സംശുദ്ധമായൊരു ജീവിതമായിരിക്കും, പാപരഹിതമായൊരു ജീവിതമായിരിക്കും എന്ന് തീരുമാനിക്കാൻ എനിക്ക് പറ്റുമോ? അതോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ളവരും നന്മയിൽ ആയിരിക്കണമെന്ന് ഉള്ള ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ടോ? എൻ്റെ കുടുംബത്തിലുള്ളവരാകാം, എൻ്റെ അയൽക്കാരാകാം, ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിലുള്ളവരാകാം, അവരൊക്കെ നന്മയിൽ ജീവിക്കുന്നവരാകണം എന്നുള്ളൊരാഗ്രഹം എനിക്കെന്നുമുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഈ സങ്കീർത്തകനെ പോലെ ദൈവത്തെ സ്തുതിച്ച് നമുക്കും പാടാനായിട്ട് സാധിക്കും. അദ്ദേഹം പറഞ്ഞതുപോലെ, ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും. കർത്താവെ, ഞാൻ അങ്ങേക്ക് കീർത്തനമാലപിക്കും. അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് ജീവിക്കാൻ, അവിടുത്തെ കരുണ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനോപാസന. ശ്രീയേശുദേവം ഭജേ, ശ്രീയേശുദേവം ഭജേ, ശ്രീയേശുനാഥം ഭജേ, ശ്രീയേശുവേദം ഭജേ, ശ്രീയേശുദീപം ഭജേ, ശ്രീയേശുദേവം ഭജേ, ശ്രീയേശുനാഥം ഭജേ, ശ്രീയേശുവേദം ഭജേ, ശ്രീയേശു
സുരകുല രാജ സുചരിത ദേവ സുരകുല രാജ സുമംഗളദായക പ്രഭുവേ സുരഭില സുന്ദര ഗുരുവേ സുചരിത ദേവ സുരകുല രാജ സുമംഗളദായക പ്രഭുവേ സുരഭില സുന്ദര ഗുരുവേ ശ്രീയേശുദേവം ഭജേ ശ്രീയേശുനാഥം ഭജേ ശ്രീയേശുവേദം ഭജേ ശ്രീയേശുദീപം ഭജേ ശ്രീയേശുദേവം ഭജേ പരിമളരൂപ പരികര ഭാവ പരപര പൂജിത നൃപനേ പരാമൃത ഈശ്വര സുദനേ പരിമളരൂപ പരികര ഭാവ പരപര പൂജിത നൃപനേ പരാമൃത ഈശ്വര സുദനേ ശ്രീയേശുദേവം ഭജേ ശ്രീയേശുനാഥം ഭജേ ശ്രീയേശുവേദം ഭജേ ശ്രീയേശുദീപം ഭജേ ശ്രീയേശുദേവം ഭജേ സ രി മ പ മ രി മ ശ്രീയേശുദേവം ഭജേ പമരി സരി മ പമ രി മ ശ്രീയേശുദേവം രി മ പനി നി നി സനി പമരി മ പരി മ പനി പമരി മ ശ്രീയേശുദേവം രി മ പാപ മ പാപ മ പ മനി പ മരി രി രി മ പനി പ മരി മ പനി നി നി സനി സരി സനി സരി രി സനി സ സരി സ സരി സരി മരി സരി സനി രി സനി സരി സരി മ ശ്രീയേശുദേവം ഭജേ
രി രി സ സ സ സ സ സ രി രി സ സ രി സ രി സ നി പ സരി മരി രി സനി സരി നി സരി സനി നി സരി നി സരി മരി സരി മ പ മരി സരി മ പ നി പ മരി സരി മ പ നി സരി സനി രി സനി പ മരി സരി മ ശ്രീ യേശുദേവം ഭജേ. സരി മരി സരി മ പ മരി സരി മ പ നി സാരി സനി പ മരി മ ശ്രീ യേശുദേവം ഭജേ. പ മ പ പ പ പ മ മ പ മ മ പ മ പ നി നി പ മരി സരി മ പ നി സരി നി സനി പ മരി സനി സ സരി സനി സ രി മ ശ്രീ യേശുദേവം ഭജേ. പമരേ രി 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 സ സ സ സരി സരി സ സ സ സ സരി രി സ സരി സനി നി സരി നി സരി നി സരി സനി സരി മരി സരി മ പ മരി സരി മ പ നി 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 മ പ നി 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 രി മ പ നി നി സരി മ പ നി 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 സ നി നി സ നി നി സ സ സ സ സരി സരി സ സ സ സ സരി രി 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 സരി സ സ സ സ സരി സരി സ സ സ സ സരി രി 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 സരി മരി രി രി സരി മരി സനി രി സനി പനി രി സനി പനി രി സനി പ മരി മ സരി മരി മ പ മ പനി സരി സനി പനി രി സ നി പ മ രി മ സ. യേശുദേവം ഭജേ. ശ്രീ യേശുനാഥം